കേരളത്തിലെ സീറോ മലബാർ സഭയുടെയും പത്രമുത്തശ്ശിയായ ദീപികയുടെയും നിലപാട് കേരള രാഷ്ട്രീയത്തിലെ ക്രൈസ്തവ സാന്നിധ്യം ഇല്ലാതാക്കുന്നുവെന്ന് വിമർശനം. വലിയൊരു വിഭാഗം കേരള കോൺഗ്രസ് പ്രവർത്തകർ ദീപിക പത്രം നിർത്താൻ തീരുമാനിച്ചതായി സൂചനകൾ. അല്ലെങ്കിൽ തന്നെ ദീപികയ്ക്ക് എന്താണ് ഇത്ര കേരള കോൺഗ്രസ് എമ്മിനോട് വിരോധം? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തുടങ്ങിയ കേരള കോൺഗ്രസ് എമ്മിനോടും പാർട്ടി നേതാവ് ജോസ് കെ മാണിയോടുമുള്ള ദീപികയുടെ ഈ സമീപനം ജോസിനെ അനുകൂലിക്കുന്ന മാണിക്കാർക്ക് മനസ്സിലാകുന്നില്ല. ദീപികയുടെ വരിക്കാർ ഇത്രനാൾ ചിന്തിച്ചത് പണ്ട് KM ജോർജ് സാർ ദീപികയുടെ പത്രാധിപർ ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ് ജോർജിന്റെ വിജയം ദീപിക ആഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് ഇവർ ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രചാരണം നടത്തിയത് എന്നാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോട്ടയത്ത് ചാഴിക്കാടൻ തോൽക്കുമെന്ന് എഴുതാനുള്ള നല്ല മനസ്സും ദീപികയ്ക്കുണ്ടായി. വീക്ഷണവും മനോരമയും വരെ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ കാണിച്ചു. എന്നാൽ ഫ്രാൻസിസ് ജോർജ് വിജയിച്ച ശേഷവും ദീപിക കാണിക്കുന്ന വിരോധം മനസ്സിലാകുന്നില്ല എന്നാണ് കോട്ടയത്തെ ഒരു മാണി വിഭാഗം നേതാവ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഇദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ച മറ്റു ചില കാര്യങ്ങൾ കേട്ടാൽ അത്ഭുതമൊന്നും തോന്നില്ല. മാണി വിഭാഗം പറയുന്നത് ഇങ്ങനെ: കേരള കോൺഗ്രസ് തീർച്ചയായും ഒരു മതേതര പാർട്ടിയാണ്. N ജയരാജ്, മുഹമ്മദ് ഇക്ബാൽ ഉൾപ്പെടെ എല്ലാവരും ഒന്നുചേർന്ന് നേതൃത്വം നൽകുന്ന പാർട്ടി. കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്ന ദീപിക മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തിയ പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ എതിർക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്തത് കേരള കോൺഗ്രസ് എം എന്ന പ്രസ്ഥാനത്തിന് കത്തോലിക്ക വിശ്വാസികളായ ജോസ് കെ മാണി എന്നൊരു നേതാവും റോഷി അഗസ്റ്റിൻ എന്നൊരു മന്ത്രിയും ഉണ്ടായതുകൊണ്ടാണെന്ന് ദീപിക മറന്നുപോകരുത്. സന്യസ്ത ജീവിതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കക്കുകളി എന്നൊരു നാടകം ഭരണപക്ഷത്തിനും ഇടതുപക്ഷത്തിനും നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയപ്പോൾ എതിർപക്ഷത്തുള്ള കേരള കോൺഗ്രസ് നേതാക്കളും നിയമസഭാ അംഗങ്ങളും കത്തോലിക്ക വിശ്വാസികളുമായ PJ ജോസഫ്, മോൻസ് ജോസഫ്, മാണി C കാപ്പൻ എന്നിവർ ഒരു വാക്കുപോലും ഇതിനെതിരായി ഉരിയാടിയില്ല. എന്നാൽ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നേതൃത്വത്തെ അറിയിച്ച് നാടക പ്രദർശനം നിർത്തിവെപ്പിച്ചത് ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന പാർട്ടി ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായതുകൊണ്ടും ജോസ് കെ മാണി എന്നൊരു നേതാവിന്റെ കത്തോലിക്ക വിശ്വാസ ദൃഢത കൊണ്ടുമാണെന്ന് ദീപിക മറന്നുപോകരുത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനവാസ മേഖലകളിൽ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സഭ നടത്തിയ പോരാട്ടങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും അനുകൂല തീരുമാനങ്ങൾ നേടിയെടുക്കുകയും തടവറയിൽ അകപ്പെട്ട വൈദികന്റെ മോചനത്തിനായി കേന്ദ്ര സഹായം തേടിയതും ജോസ് കെ മാണി എന്നൊരു നേതാവിന്റെ കത്തോലിക്ക വിശ്വാസവും കരുതലുമാണെന്ന് കത്തോലിക്ക സഭാ നേതൃത്വം നൽകുന്ന പത്രമുത്തശ്ശിയെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് കേരള കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് ഞങ്ങളോട് പങ്കുവച്ചത്. വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ദീപിക പത്രം നിർത്തുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദീപികയുടെ വരിക്കാരിൽ 60% കേരള കോൺഗ്രസ് അനുഭാവികളാണ്. എന്നിട്ടും ദീപിക കോൺഗ്രസിനും BJPക്കും വേണ്ടി കുഴലൂത്ത് നടത്തുകയാണെന്ന് ജോസ് പക്ഷം ആരോപിക്കുന്നു. രാജ്യസഭാ സീറ്റിന്റെ പേരിലും പാലായിലെ CPM കൗൺസിലറെ പാർട്ടി പുറത്താക്കിയ വിഷയത്തിലുമാണ് ദീപിക ജോസ് കെ മാണിയെ കടന്നാക്രമിച്ചത്. ഇതിനു പിന്നിൽ ജോസിനോട് അടങ്ങാത്ത വിരോധമുള്ള ഏതോ കത്തോലിക്ക വൈദികൻ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ദീപിക പോലൊരു പത്രം നിലനിൽക്കേണ്ടത് ഈ രാജ്യത്ത് കോൺഗ്രസും CPMഉം നിലനിൽക്കേണ്ടതുപോലെ തന്നെ ആവശ്യമാണ്. പക്ഷേ നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട ദീപിക പത്രം വ്യക്തിവിരോധം തീർക്കുന്നത് ദീപികയുടെ അന്ത്യത്തിലേക്ക് നയിച്ചേക്കുമെന്നാണ് നിഷ്പക്ഷരായ സഭാവിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത്.